ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര. മെയ് 15 മുതൽ യാത്ര തുടങ്ങാമെന്നായിരുന്നു പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ KC വേണുഗോപാൽ സ്ത്രീകളോട് പറഞ്ഞിരുന്നത്. അതെന്തായാലും സംശയമാണ്. എങ്കിലും അതിൻ്റെ മുന്നോടിയായി സ്ത്രീ യാത്രക്കാരുടെ കണക്കെടുക്കാനുള്ള സംവിധാനങ്ങൾ കോർപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും പല രാഷ്ട്രീയ നേതാക്കളും പൊതുജനങ്ങളും UDFന്റെ വാഗ്ദാനത്തെ വിമർശിക്കുകയും സംശയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നിലയ്ക്ക് പച്ചപിടിച്ചു വരുന്ന KSRTCയെ മുച്ചൂടും മുടിപ്പിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റേതെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും സംസാരങ്ങൾ നടന്നു. കോൺഗ്രസിൻ്റെ ബലമാവട്ടെ കർണാടകയിലും തെലങ്കാനയിലും തമിഴ്നാട്ടിലുമെല്ലാം സൗജന്യ യാത്ര നടക്കുന്നുണ്ടല്ലോ എന്നതും. KSRTCക്ക് സർക്കാർ സബ്സിഡി നൽകിയാവും പദ്ധതി നടപ്പിലാക്കുക എന്നാണ് സമീപകാലത്ത് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനപ്പുറം എങ്ങനെ പദ്ധതി പ്രാവർത്തികമാക്കാം എന്നതിൻ്റെ കൃത്യമായ രൂപരേഖയൊന്നും മുതിർന്ന നേതാക്കന്മാരാരും വിശദീകരിച്ചിട്ടുമില്ല. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസങ്ങളിലായി സ്വകാര്യ ബസ് ഉടമകൾ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സാഹചര്യം. ഈ അവസരത്തിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ സർക്കാർ ചിലവിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുന്നുണ്ടെന്നും എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്നും എത്രത്തോളം വിജയകരമായിട്ടുണ്ടെന്നും പരിശോധിക്കുകയാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചിട്ടുണ്ടെന്ന് ആദ്യം പരിശോധിക്കാം. നിലവിലുള്ള ഡാറ്റ പ്രകാരം ഡൽഹി, കർണാടക, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ജമ്മു ആൻഡ് കശ്മീർ എന്നിവിടങ്ങളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നിലനിൽക്കുന്നുണ്ട്. ഡൽഹിയിൽ ആം ആദ്മി സർക്കാരാണ് ഇന്ത്യയിൽ ആദ്യമായി ഈ പദ്ധതി കൊണ്ടുവരുന്നത്. ഇത് കോൺഗ്രസിൻ്റെ തലയിൽ മുളച്ച ആശയമല്ല എന്ന് തന്നെ. 2019 ആം ആദ്മി സർക്കാർ പദ്ധതി നടപ്പിൽ വരുത്തിയത്. 2021 തമിഴ്നാട്ടിലും പഞ്ചാബിലും ഈ പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത്. പിന്നീട് 2023 കർണാടകയിലും തെലങ്കാനയിലും 2025 ജമ്മു കാശ്മീരിലും ആന്ധ്രാപ്രദേശിലും പദ്ധതി പ്രാബല്യത്തിൽ വന്നു. ഇനി ഓരോ സംസ്ഥാനങ്ങളെയും എടുത്ത് വിശദമായി പരിശോധിക്കാം. എങ്ങനെയാണ് അവർ പദ്ധതി നടപ്പാക്കിയതെന്നും നിലവിലെ സാഹചര്യം എന്തെന്നും കൃത്യമായി വിലയിരുത്താം. ആദ്യം നമുക്ക് ഡൽഹിയിലേക്ക് വരാം. ഇന്ത്യയിൽ ആദ്യമായി ഈ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഡൽഹിയിലായിരുന്നു. 2019 ഒക്ടോബറിൽ ആം ആദ്മി സർക്കാരാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. പിങ്ക് ടിക്കറ്റ് എന്നായിരുന്നു പദ്ധതിയുടെ പേര്. ഡൽഹി സ്വദേശിനികൾക്ക് മാത്രമാണ് സൗജന്യ യാത്ര. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകളിലും ഡൽഹി ട്രാൻസിറ്റ് സിസ്റ്റം ലിമിറ്റഡ് ക്ലസ്റ്റർ ബസ്സുകളിലും മാത്രമാണ് സൗജന്യ യാത്രാനുമതിയുള്ളത്. ചുരുക്കത്തിൽ ആഡംബര ബസ്സുകളിലോ ദീർഘദൂര സർവീസുകളിലോ ഇല്ല എന്ന് തന്നെ. ഓരോ സ്ത്രീകൾക്കും കണ്ടക്ടർ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ടിക്കറ്റ് നൽകും. പിന്നീട് ടിക്കറ്റിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഗവൺമെൻറ് സബ്സിഡി ആവശ്യപ്പെടുന്നതായിരുന്നു പ്രവർത്തന ശൈലി. എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുകയാണ്. ഇനി മുതൽ സൗജന്യ യാത്രയ്ക്ക് പിങ്ക് സഹേലി സ്മാർട്ട് കാർഡ് വേണമെന്ന നയത്തിലെത്തിയിരിക്കുകയാണ് ഡൽഹി സർക്കാർ. കാർഡിന് അപേക്ഷിക്കാൻ ആധാർ കാർഡും ഫോട്ടോയും ആവശ്യമുണ്ട്. ഡൽഹി സ്വദേശിനികളാൽ അല്ലാത്തവർ ആനുകൂല്യം കൈപ്പറ്റുന്നത് തടയാനും വെറുമൊരു കടലാസ് ടിക്കറ്റ് മാത്രം അടിസ്ഥാനപ്പെടുത്തി സബ്സിഡി നൽകുന്നത് തടയാനുമാണ് പുതിയ നടപടി. നിലവിൽ 450 കോടി രൂപയാണ് ഈ വർഷം മാറ്റിവെച്ചിരിക്കുന്നത്. പ്രധാന കാര്യം 220 കോടിയിലേറെ രൂപ നിലവിൽ സർക്കാർ DTCക്കും DIMTCക്കും നൽകാനുണ്ട്. ചുരുക്കത്തിൽ ഡൽഹി സർക്കാരിന് കടബാധ്യത വരുത്തിവെച്ചിരിക്കുകയാണ് പിങ്ക് ടിക്കറ്റ് പദ്ധതി. 100 കോടിയിൽ തുടങ്ങിയ ബജറ്റ് വിഹിതം നിലവിൽ 450 കോടിയിലും എത്തിയിട്ടുണ്ട്. അമിത ബജറ്റ് വിഹിതം നീക്കിവെക്കേണ്ട സാഹചര്യവും കിട്ടാക്കടമായി കോടികൾ നിലനിൽക്കുന്ന ദയനീയ അവസ്ഥയും. ഇനി തമിഴ്നാട്ടിലേക്കും പഞ്ചാബിലേക്കും വരാം. രണ്ടിടങ്ങളിലും 2021 പദ്ധതി നടപ്പാക്കിയത്. തമിഴ്നാട്ടിൽ DMK സർക്കാരും പഞ്ചാബിൽ കോൺഗ്രസ് സർക്കാരുമാണ് പദ്ധതി നടപ്പാക്കിയത്. വിഡിയൽ പയനം എന്നാണ് തമിഴ്നാട് പദ്ധതിയുടെ പേര്. പഞ്ചാബിൽ പ്രത്യേക പേരുകളൊന്നും പദ്ധതിക്കില്ല. തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിനും ഭിന്നശേഷിയുള്ളവർക്കും ആനുകൂല്യമുണ്ട്. പഞ്ചാബിൽ അതില്ല എന്നുള്ളതാണ് മറ്റൊരു വ്യത്യാസം. 4000 കോടിയാണ് ഏറ്റവും അവസാന ബജറ്റിൽ തമിഴ്നാട് ഇതിനായി കണക്കാക്കിയത്. സ്ത്രീ യാത്രികർ അധികരിച്ച സാഹചര്യത്തിൽ 12,087 പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുകയും ചെയ്തിരുന്നു DMK സർക്കാർ. വലിയ കടമൊന്നും ബാക്കി നിൽക്കുന്നില്ലെങ്കിലും പദ്ധതിക്ക് ശേഷം പ്രതിമാസം തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് 500 കോടിയിലേറെ വരുമാനത്തിൽ കുറവുണ്ട്. ചുരുക്കത്തിൽ 4000 കോടിയുടെ ബജറ്റ് വിഹിതവും വരുമാനത്തിൽ സംഭവിക്കുന്ന ഭീമമായ തുകയുടെ കുറവുമാണ് തമിഴ്നാട്ടിലെ പദ്ധതിയുടെ ആകെ തുക. പഞ്ചാബിലും മാറ്റമില്ല. കോടികൾ കടം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാരുടെ ശമ്പളവും പെൻഷൻ തുകയുമെല്ലാം മുടങ്ങിക്കിടക്കുന്നതാണ് പഞ്ചാബിൽ നിന്നുള്ള ചിത്രം. ഇനി കർണാടകയിലേക്കും തെലങ്കാനയിലേക്കും വരാം. 2023 പദ്ധതി പ്രാബല്യത്തിൽ വരുന്നത് ഇരു സംസ്ഥാനങ്ങളിലും. ശക്തി സ്കീം എന്നാണ് കർണാടകയിലെ പദ്ധതിയുടെ പേര്. കർണാടകയിൽ സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്രയുണ്ട്.
സബ്സിഡിക്ക് പുറമെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ സഹായിക്കാനായി 1200 കോടി രൂപയുടെ നികുതി ഇളവും നൽകിയിട്ടുണ്ട്. ഇതെല്ലാമാണെങ്കിലും സർക്കാർ കടത്തിൽ തന്നെ. 1400 കോടിയോളം രൂപ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് നിലവിൽ നൽകാനുണ്ട്. തെലങ്കാനയിലേക്ക് വരുമ്പോൾ മഹാലക്ഷ്മി സ്കീം എന്നാണ് പദ്ധതിയുടെ പേര്. തെലങ്കാനയിലും മാറ്റമില്ല, കടത്തിൽ തന്നെ. 4000 കോടിയോളം രൂപ തെലങ്കാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് സർക്കാർ നൽകാനുണ്ട്. ആന്ധ്രാപ്രദേശും ജമ്മു കാശ്മീരും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. 2025 രണ്ടിടങ്ങളിലും പദ്ധതി പ്രാബല്യത്തിൽ വന്നത്. ഏപ്രിൽ 1 മുതലായിരുന്നു ജമ്മു കശ്മീരിൽ പദ്ധതി പ്രാബല്യത്തിൽ വന്നത്. സ്ത്രീകൾക്കും സ്കൂൾ വിദ്യാർത്ഥിനികൾക്കുമാണ് സൗജന്യ യാത്ര. 2026 ഫെബ്രുവരി ആയപ്പോഴേക്കും 20 കോടി കടബാധ്യതയിൽ നിലനിൽക്കുകയാണ് ജമ്മു സർക്കാർ. സ്ത്രീശക്തി എന്നാണ് ആന്ധ്രാപ്രദേശിലെ പദ്ധതിയുടെ പേര്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ആന്ധ്രയിൽ സൗജന്യ യാത്രയുണ്ട്. 2026 ഏപ്രിൽ വരെ 1942 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരുന്നത്. എന്നാൽ ചിലവ് 1950 കോടി രൂപയും കടന്നിരിക്കുകയാണ് നിലവിൽ. ഇതിൽ 1775 കോടി രൂപ സർക്കാർ കൈമാറിയിട്ടുണ്ട്. ബാക്കി കടമായി നിലനിൽക്കുകയാണ്. എന്തായാലും വകയിരുത്തിയ തുകയേക്കാൾ മുകളിൽ പോയ ചിത്രമാണ് ആന്ധ്രയിൽ നിന്നുള്ളത്. ഇനി നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. നമ്മുടെ ആനവണ്ടിയുടെ നിലവിലുള്ള പ്രവർത്തനങ്ങളെ ആദ്യം പരിശോധിക്കാം. സംസ്ഥാനത്ത് നിലവിൽ 4000-ലേറെ KSRTC ബസ്സുകൾ വിവിധയിടങ്ങളിലായി സർവീസ് നടത്തുന്നുണ്ട്. ഈ ബസ്സുകൾ 4500-ലേറെ റൂട്ടുകളിലായാണ് സർവീസ് നടത്തുന്നത്. നിലവിൽ ഓർഡിനറി ബസ്സുകൾ, ലിങ്ക് ബസ്സുകൾ, ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, പ്രീമിയം സർവീസുകൾ, AC സീറ്റർ കം സ്ലീപ്പർ, AC സ്ലീപ്പർ, AC സീറ്റർ സർവീസുകൾ എന്നിങ്ങനെയാണ് വ്യത്യസ്ത KSRTC ബസ്സുകളുള്ളത്. ഇതിൽ സൂപ്പർഫാസ്റ്റ്, പ്രീമിയം, AC സർവീസ് ബസ്സുകളിലാണ് പ്രധാന വരുമാനമുള്ളത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുകയാണെങ്കിൽ ഇതല്ലാത്തവയിൽ നൽകിയാൽ KSRTCയെ ഗൗരവമായി ബാധിക്കില്ലെന്നാണ് ഗതാഗത മേഖലയിലുള്ളവരുടെ വിലയിരുത്തൽ. KSRTC പച്ചപിടിച്ചു വന്നിരിക്കുന്ന സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഈ അഭിപ്രായത്തിന് നല്ല വിലയുണ്ട്. എന്തായാലും സൗജന്യ യാത്ര വരുമ്പോൾ വരുമാനത്തിൽ വലിയ ഇടിവ് സംഭവിക്കുമെന്നതിൽ സംശയമില്ല. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ KSRTCക്ക് സർക്കാർ സബ്സിഡി നൽകുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങളിലെല്ലാം സർക്കാർ കടം വരുത്തി വച്ചിരിക്കുന്ന ചരിത്രവും ചിത്രവുമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് മറികടക്കാൻ UDF സർക്കാർ എന്തൊക്കെ ചെയ്യുമെന്ന് കണ്ടു തന്നെ അറിയണം. ബജറ്റിൽ ഇതിനായി വലിയൊരു വിഹിതം തന്നെ മാറ്റിവെക്കേണ്ടി വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സൗജന്യ യാത്ര വരുന്നതോടെ കൂടുതൽ സ്ത്രീകൾ സ്വാഭാവികമായും KSRTC ആശ്രയിക്കും. ബസ് സർവീസുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കേണ്ടി വരും. കൂടെ സ്വകാര്യ ബസ്സുകളെ ഇതെങ്ങനെ ബാധിക്കുമെന്നും ചർച്ചയ്ക്കെടുക്കേണ്ടതുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിഭിന്നമായി സജീവ സ്വകാര്യ സർവീസുകളുള്ള സംസ്ഥാനമാണ് കേരളം. ഓർഡിനറി ലിങ്ക് ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വന്നാൽ ആ പാവങ്ങളെ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തലാക്കേണ്ടി വരും. അവർക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്യുമെന്ന് ഒരു ധാരണയും നാളിതുവരെയും ആർക്കുമില്ല. മറ്റെവിടെയുമില്ലാത്ത ഒരു സവിശേഷ സാഹചര്യമാണത്. മൊത്തത്തിൽ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര എന്ന ഇന്ദിരാ ഗ്യാരണ്ടി സംസ്ഥാനത്തെ കടക്കണിയിലേക്ക് തള്ളിയിടുമെന്നും KSRTCയെ നഷ്ടത്തിലേക്ക് വലിച്ചിഴക്കുമെന്ന് തന്നെയാണ് സൗജന്യ യാത്ര നടപ്പാക്കിയ മറ്റു സംസ്ഥാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പരിശോധിക്കുമ്പോൾ എത്തിച്ചേരുന്ന നിഗമനം. വീഴ്ചയുടെ ആഘാതവും നഷ്ടത്തിൻ്റെ ആഴവും തീർച്ചയായും UDF സർക്കാർ എങ്ങനെ ഈ പദ്ധതി പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുമെന്നതിനെ ശക്തമായി ആശ്രയിച്ചിരിക്കും. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒന്നുമില്ലെങ്കിൽ, കൃത്യമായ രൂപരേഖയില്ലെങ്കിൽ KSRTC കട്ടപ്പുറത്താകുമെന്ന് തീർച്ചയാണ്.